സൊലാന മൊബൈലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ സൊലാന ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം സൊലാന മൊബൈൽ എന്ന് പറഞ്ഞൊരു മൊബൈൽ ഇറങ്ങിയായിരുന്നു. മെയിനായിട്ട് ക്രിപ്റ്റോ ട്രാൻസാക്ഷനും സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു ആൻഡ്രോയിഡ് മൊബൈലായിരുന്നു. സൊലാന ബ്ലോക്ക് ചെയിനിൽ വന്ന ട്രാൻസാക്ഷൻസൊക്കെ നമുക്ക് സേഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൊലാനക്കാരെ ഇറക്കിയേക്കണ ഒരു മൊബൈലായിരുന്നു. അപ്പോൾ അത് ചാപ്റ്റർ 1 വന്നിരുന്നു. അതിൻ്റെ ഫസ്റ്റ് മോഡലിന് അത്യാവശ്യം സ്വീകാര്യത ഉണ്ടായിരുന്നു. അത് കിട്ടിയപ്പോൾ തന്നെ ആ ഒരു മൊബൈലുള്ളവർക്ക് ഇഷ്ടംപോലെ എയർ ഡ്രോപ്പുകൾ ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ സൊലാന മൊബൈലിൻ്റെ ചാപ്റ്റർ 2 വരാൻ പോവാണ്. അപ്പോൾ ആ ചാപ്റ്റർ 2ൻ്റെ പ്രീ ബുക്കിംഗ് ഫൗണ്ടേഴ്സ് സെയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫൗണ്ടേഴ്സ് സെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പൈസയ്ക്ക് കിട്ടും. $600 ഫോണാണെങ്കിൽ ഇപ്പോൾ $450 നമുക്ക് പ്രീ സെയിലിന് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കൊല്ലം 2025 ആ ഫോൺ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എൻജോയ് ടെക് സെൻകെ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. സൊലാന മൊബൈലിൻ്റെ പ്രീ ഓർഡറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്ക് പാക്ക് എന്ന് പറഞ്ഞൊരു വാലറ്റ് വേണം. ആ വാലറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ തന്നെ മാഡ് ലാഡ്സ് എന്ന് പറഞ്ഞൊരു 110 സോള് വാല്യൂ ഉള്ളൊരു NFT ഉണ്ട്. 110 സോൾ എന്ന് വെച്ചാൽ $10,000 അടുത്ത് വാല്യൂ ഉള്ളൊരു NFT ഉണ്ട്. അത് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അവരുടെ എയർ ഡ്രോപ്പും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബാക്ക് പാക്ക് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഞാനിപ്പോൾ ബാക്ക് പാക്ക് എന്ന് പറഞ്ഞാൽ വാലറ്റ് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പം ഞാൻ ആപ്പ് സ്റ്റോർ എടുക്കുകയാണ്. ബാക്ക് പാക്ക് ക്രിപ്റ്റോ വാലറ്റ്, ഇതാണ് ബാക്ക് പാക്ക് ക്രിപ്റ്റോ വാലറ്റ്. ഈ വാലറ്റ് തന്നെ കയറ്റാൻ പറയണത് എൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ വാലറ്റ് കയറ്റിയിട്ട് ഇതുവഴി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുവഴി പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഷെയറബിൾ ലിങ്ക് കിട്ടും. ആ ഷെയറബിൾ ലിങ്ക് കൊടുത്തിട്ട് വേറെ ആരെങ്കിലും ഈ വാലറ്റ് വഴി തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാഡ് ലാഡ്സ് എന്ന് പറഞ്ഞൊരു NFT ഇവരുടെ തന്നെ ഈ ബാക്ക് പാക്ക് വാലറ്റ് അവരുടെ തന്നെ മാഡ് ലാഡ്സ് എന്ന് പറഞ്ഞ NFT ഉണ്ട്. അത്യാവശ്യം നല്ല വാല്യൂ ഉള്ള അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ബാക്ക് പാക്ക്. ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സാധാരണ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കൂട്ട് തന്നെ പാസ് ഫ്രൈസ് വരും. ആ പാസ് ഫ്രൈസ് നമ്മൾ സേഫായിട്ട് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ അതായത് സേവ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ സൊലാന എന്ന് പറഞ്ഞ കോയിൻ നമ്മൾ ബൈനാൻസിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. റിസീവ് അടിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. സൊലാന എന്ന് പറഞ്ഞ കോയിൻ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ സൊലാനനെ നമ്മൾ ഇപ്പോൾ $450 ഈ ഫോണിൻ്റെ പ്രൈസ്. അപ്പോൾ $455 സൊലാന നമ്മൾ മേടിച്ചാൽ മതി. അത് മേടിച്ചിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് സ്വാപ്പ് ചെയ്തിട്ട് നമ്മൾ $450 USDC ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. USDC കൊടുക്കുക. സ്വാപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് USDC കൊടുക്കുക. ഇവിടെ ഇപ്പോൾ എൻ്റെ ഈ സോളില്ല, ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ 450 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 4.7 സോള് നമ്മൾ സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 451 USDC കിട്ടും. അപ്പോൾ USDC ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോള് നമ്മൾ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക ബൈനാൻസിൽ നിന്ന്. ഇവിടെ റിസീവ് അടിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ റിസീവ് അടിക്കുക, കോപ്പി അഡ്രസ്സ് കൊടുക്കുക. കോപ്പി അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ബൈനാൻസിൽ പോവുക. ബൈനാൻസിൽ നമ്മൾ USDC വെച്ചിട്ട് സോള് പർച്ചേസ് ചെയ്യുമല്ലോ നോർമലി. ഇപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ കോയിൻ മേടിക്കുന്ന കൂട്ട് സോൾ പർച്ചേസ് ചെയ്യുമല്ലോ. ഇവിടെ Sol/USDT എടുത്തിട്ട് സ്പോട്ടാണ് എടുക്കേണ്ടത്. മാർക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ സോൾ പർച്ചേസ് ചെയ്യും. $455 പർച്ചേസ് ചെയ്തു എന്ന് നോക്കിയാൽ $455 പർച്ചേസ് ചെയ്തു. അപ്പോൾ നമുക്ക് 4.69 സോള് കിട്ടിയെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ വാലറ്റിൽ പോവുക. വാലറ്റിൽ പോയിട്ട് ഇവിടെ വിഡ്രോ അടിക്കുക. വിഡ്രോ അടിച്ചിട്ട് ഇവിടെ സോള് സെലക്ട് ചെയ്യുക. സെൻഡ് വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് കൊടുക്കുക. നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെറ്റ്വർക്കിൽ സൊലാന സെലക്ട് ചെയ്യണം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് ഇവിടെ അഡ്രസ്സിൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത ആ ബാക്ക് പാക്കിൽ നിന്ന് കോപ്പി ചെയ്ത അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ മാക്സ് കൊടുത്തിട്ട് വിഡ്രോ അടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വാലറ്റിലായിട്ട് സൊലാന വരും. ഇനി ആ സൊലാനയെ നമ്മൾ സ്വാപ്പ് ചെയ്തിട്ട് $450 USDC ആക്കണം. USDC ആക്കാനായിട്ട് ഈ സ്വാപ്പിൽ പോകണം. ഈ സ്വാപ്പിൽ പോയിട്ട് ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച പോലെ 4.7
4.7 സോൾ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 450 USDC കിട്ടും. ഇവിടെ USDC കൊടുക്കുക 450 USDC കിട്ടും. സ്വാപ്പ് അടിക്കാം. സ്വാപ്പ് അടിച്ച് കഴിയുമ്പോൾ അത് സ്വാപ്പ് ആവും. സ്വാപ്പ് ആയതിനു ശേഷം നമ്മളിവിടെ റൈറ്റിൽ ടോപ്പിൽ ഉണ്ടാവും ഒരു ബ്രൗസറിൻ്റെ പോലത്തെ ഐക്കൺ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഒരു പ്ലാനറ്റ് പോലത്തെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്രൗസറിലോട്ട് പോകാൻ പറ്റും. എന്നിട്ട് ഞാൻ തന്ന ലിങ്ക് പേസ്റ്റ് ചെയ്യണം. ഞാൻ തന്ന ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും തന്നെ. ഇനി നമ്മൾ താഴത്തോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രീ ഓർഡർ ഫൗണ്ടർ വിൻഡോ എന്നുള്ളത് കാണാൻ പറ്റും. $450 ഞാൻ പറഞ്ഞാൽ. ഇനി പ്രീ ഓർഡർ നൗ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ നമ്മൾ എക്സ് എന്ന് വെച്ചാൽ ട്വിറ്റർ കണക്ട് ചെയ്ത് കൊടുക്കണം. ട്വിറ്റർ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ റോൾ എന്നാണെന്നുള്ള അടിച്ചു കൊടുക്കണം. ഞാൻ യൂസർ അടിച്ചു കൊടുക്കും. എന്നിട്ട് ഇവിടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കണം. ഏത് കൺട്രിയിലോട്ടാണ് ഡെലിവറി വേണ്ടതെന്നുള്ള കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇന്ത്യയാണ് സെലക്ട് ചെയ്യണത്. എന്നിട്ട് ഇവിടെ കണക്റ്റ് വാലറ്റ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ബാക്ക് പാക്ക് വാലറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യണത്. അത് കണക്റ്റായി. ഇനി എഗ്രി ആൻഡ് ചെക്കൗട്ട് എന്നുള്ളത് കൊടുക്കുക. ഈസി സ്റ്റെപ്പാണ്. എഗ്രി ആൻഡ് ചെക്കൗട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഷോപ്പിഫൈ പേജിലിട്ട് പോകും. എന്നിട്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. ഇമെയിൽ അഡ്രസ്സ് എല്ലാ സാധനങ്ങളും കൊടുക്കുക. എല്ലാ സാധനങ്ങളും കൊടുത്തിട്ട് താഴെ പോയിട്ട് കണ്ടിന്യൂ പേയ്മെൻറ്റ് എന്നുള്ളത് കൊടുക്കുക. കണ്ടിന്യൂ പേയ്മെൻറ്റ് എന്നുള്ളത് കൊടുത്ത് കഴിയുമ്പോൾ സൊലാന പേ എന്നുള്ള ഇതായിരിക്കും തന്നെ. കണ്ടിന്യൂ പേയ്മെൻറ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, പിന്നെ താഴെ സൊലാന പേ ഉണ്ട്. അപ്പോൾ സൊലാന പേ ആണ് കൊടുക്കേണ്ടത്. സൊലാന പേ കൊടുത്തതിന് ശേഷം നമ്മൾ പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വാലറ്റിൽ നിന്ന് ഡയറക്റ്റ് പേ ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ലാണ്ട്. ഇപ്പോൾ നമ്മുടെ സൊലാന USDC നമ്മൾ കൺവേർട്ട് ചെയ്തില്ല, USDC വെച്ചിട്ട് പേ ചെയ്യാൻ പറ്റും. പേ കൊടുക്കുക. അപ്പോൾ പേ കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ യുവർ ഓർഡർ ഈസ് ബീങ് പ്രോസസ്ഡ് എന്ന് കാണിക്കും. എന്നിട്ട് ഇവിടെ ട്രാൻസാക്ഷൻ ഫീയും കാണിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 450.10 USDC ഇപ്പോൾ ബൈ നോ കൊടുത്ത് കഴിഞ്ഞാൽ ബൈ ആകുമ്പോൾ തന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്താണ് ഇമെയിൽ അഡ്രസ്സിലായിട്ട് മെയിൽ വരും. എന്നിട്ട് അടുത്ത കൊല്ലമാണ് 2025 ഈ ഫോൺ വന്നത്. അപ്പോൾ 2025 ഫോൺ വരും, ഒന്നെങ്കിൽ ഫോൺ വരും. ഇനിയിപ്പോൾ അഥവാ അവർ ഈ പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, റിലീസ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ $450 നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്ത പല ബെനിഫിറ്റാണ്. സെക്യൂർ ആയിട്ടുള്ളൊരു ഫോൺ കിട്ടും ക്രിപ്റ്റോ ട്രാൻസാക്ഷൻസിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഭാവിയിൽ എയർ ഡ്രോപ്പുകൾ കിട്ടും. സൊലാനയിൽ തന്നെ എല്ലാ എയർ ഡ്രോപ്പും ഈ ഫോണിൽ കിട്ടും. പിന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണായിരിക്കും. കഴിഞ്ഞ തവണ വന്നത് ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഫോണായിരുന്നു. അത്യാവശ്യം നല്ല സ്നാപ്ഡ്രാഗണിൻ്റെ തന്നെ ടോപ്പ് പ്രോസസ്സറൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. $450 ശരിക്കും പറഞ്ഞു ശരിക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് മേടിക്കുന്നതിനേക്കാളും പൈസ കുറവാണ്. ഫൗണ്ടേഴ്സ് വിൻഡോ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് നോക്കാവുന്നതാണ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ നോക്കുകയാണെങ്കിൽ സൊലാന മൊബൈൽ 1 മേടിച്ചവർക്ക് അവർ മേടിച്ച പൈസക്കാലം ഇരട്ടി രൂപയ്ക്കുള്ള എയർ ഡ്രോപ്പാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫോൺ ശരിക്കും ഒരു ഫ്രീ പോലെയാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ അതാണ് ഈ ഒരു ഫോണിൻ്റെ ബെനിഫിറ്റ്. സെക്യൂരിറ്റിയും പിന്നെ എയർ ഡ്രോപ്പുകളും കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്രീ ഓർഡർ ചെയ്തതിന് ശേഷം solanamobile.com പോയി കഴിഞ്ഞാൽ അതിൽ ചാപ്റ്റർ 2 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡർ ബോർഡ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റെഫറൽ ലിങ്ക് കിട്ടും. ആ റെഫറൽ ലിങ്ക് വെച്ചിട്ട് ആരെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലീഡർ ബോർഡിൽ ടോപ്പിലായിട്ട് വരാൻ പറ്റും. അപ്പോൾ രണ്ടുപേരും ബാക്ക് പാക്ക് വാലറ്റ് വെച്ചാണ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാഡ്ലാഡിൻ്റെ NFT കിട്ടാനുള്ള, രണ്ടുപേർക്കും മാഡ്ലാഡിൻ്റെ NFT എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ രണ്ടുപേർക്കും മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ താഴത്തേട്ട് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ ഇവിടെ നമ്മുടെ ബിക്കം എ ടോപ്പ് റെഫറർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ പറ്റും. അതിൽ ലീഡർ ബോർഡ് പേജ് എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ലീഡർ ബോർഡ് പേജിലോട്ട് പോകാൻ പറ്റും. അതിൽ ഈ ഓവർവ്യൂവിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് നമ്മുടെ റിവാർഡ്സ് കാണാൻ പറ്റും, നമ്മുടെ മൈ റാങ്കിങ് കാണാൻ പറ്റും, പിന്നെ മാനേജ് മൈ ലിങ്ക്, നമ്മുടെ ലിങ്ക് നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ഈ റിവാർഡ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റെഫറൽ ലിങ്ക് കിട്ടും. ആ റെഫറൽ ലിങ്ക് വെച്ചിട്ട് നമുക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അവർ ആ റെഫറൽ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇവിടെ ഈ യൂസറിനൊക്കെ കിട്ടിയാണ് ഒരു റെഫറലിൻ്റെ എണ്ണം നമുക്ക് ഇങ്ങനെ കൂട്ടം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ റാങ്ക് ബോർഡിൽ കയറി വരും. അപ്പോൾ അതാണ് ബെനിഫിറ്റ് എന്ന് വെച്ച്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള എല്ലാ കൊണ്ടുവരുത്താം. അപ്പോൾ പുതിയ വീഡിയോസ് തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.